വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള FCRA നിയമത്തിൽ സഭകൾ കേന്ദ്രത്തിനും BJPക്കുമെതിരെ സ്വരം കടുപ്പിക്കുന്നതിനിടയിലാണ് PC ജോർജിന്റെ രംഗപ്രവേശമുണ്ടായത്. നിയമത്തിൽ പ്രതിഷേധിക്കുന്ന ബിഷപ്പുമാരെ കടുത്ത ഭാഷയിലാണ് PC ജോർജ് അധിക്ഷേപിക്കുന്നത്. അച്ഛന്റെ അധിക്ഷേപ പരാമർശത്തിൽ മകൻ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പിൽ FCRAയും ജോർജിന്റെ അധിക്ഷേപവും ഒക്കെ BJPക്ക് തിരിച്ചടിയാകുമോ എന്ന കാര്യമാണ് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. അജിത് ബാബു നമുക്കിപ്പം തത്സമയമുണ്ട്. അജിത്ത്, ഈ FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ആശങ്കകളൊക്കെ പുരോഗമിക്കുകയാണ്. ഇന്നലെ സഭയിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നെങ്കിലും അത് പിന്നീട് മാറ്റിവെക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുമായി എല്ലാം ചർച്ച ചെയ്ത് ആശങ്കകൾ പരിഹരിച്ചതിന് ശേഷമാണ് ബില്ലുമായി അല്ലെങ്കിൽ ഭേദഗതിയുമായി മുന്നോട്ട് പോയതെന്നാണ് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ജോർജ് കുര്യനെ ഹൈബീഡൻ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ സംവാദത്തിന് വെല്ലുവിളിച്ചതുമൊക്കെയും വാർത്തയായി. ഇതിനൊക്കെയും ഇടയിലാണ് പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥി കൂടിയായ PC ജോർജ്, അദ്ദേഹത്തിന്റെ പരാമർശം വരുന്നത്. അദ്ദേഹം സഭയ്ക്കെതിരെയും അതേപോലെ തന്നെ ചില മെത്രാന്മാർക്കെതിരെയും ഒക്കെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. അതിന് ഷോൺ ജോർജ് മറുപടിയൊക്കെ നൽകിയെങ്കിലും ഇത് എങ്ങനെയാകും BJPയെ ഈ തിരഞ്ഞെടുപ്പിൽ ബാധിക്കുക? അജിത്ത്, നമുക്കറിയാവുന്ന പോലെ മറ്റ് തിരഞ്ഞെടുപ്പുകൾ പോലെയല്ല ഈ തിരഞ്ഞെടുപ്പിനെ BJPക്കും ചിലത് തെളിയിക്കാൻ വേണ്ട അവസരമായി അവർ കണക്കാക്കുന്ന ഒന്നാണല്ലോ. സേതുലക്ഷ്മി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും BJP മധ്യ കേരളത്തിൽ ഉൾപ്പെടെ ക്രിസ്ത്യൻ മുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാനും വിജയിക്കാൻ കഴിയുന്ന സീറ്റുകളിൽ ശക്തമായ മത്സരം ഉണ്ടാക്കാനും ഒക്കെ BJPയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിരുന്നു. അതൊരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നത്. അത് BJPക്ക് വലിയ തലവേദനയും പ്രതിസന്ധിയുമാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയത്. സഭാ മേലധ്യക്ഷന്മാരെ നേരിൽ കണ്ട് ഇത് ഇത്തരത്തിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുൾപ്പെടെ വിശദീകരിക്കാനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴും BJPക്ക് തലവേദനയായത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നടത്തിയ പ്രസ്താവനകൾ ഉൾപ്പെടെ അതിൽ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് എന്നുൾപ്പെടെ പറഞ്ഞതുൾപ്പെടെ BJPക്ക് തലവേദനയായി നിൽക്കുന്ന ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിലാണ് നിരവധിയായിട്ടുള്ള ആളുകൾ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട്, നിരവധി ബിഷപ്പുമാരുൾപ്പെടെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നത്. പക്ഷേ ഇതിനെ വിമർശിച്ചുകൊണ്ട് PC ജോർജ് അതിരൂക്ഷമായ ഭാഷയിലാണ് ഈ പിതാക്കന്മാരെ ഉൾപ്പെടെ വിമർശിക്കുന്ന പശ്ചാത്തലമുണ്ടായത്. കോൺഗ്രസിന്റെ കുപ്പായമിട്ടാണ് ചിലർ സംസാരിക്കുന്നത്. മാത്രമല്ല, ഊളത്തരങ്ങുമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമിത്ഷാ പറഞ്ഞതിന് ശേഷവും പിന്നെ എന്തിനാണ് പ്രസ്താവനയുമായി നടത്തുന്നതെന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അത്തരത്തിലുള്ള അധിക്ഷേപം എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നടത്തിയതെന്നാണ് BJPയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ ചോദിക്കുന്നത്. കാരണം അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, സംസ്ഥാനത്താകെ BJPക്ക് തിരിച്ചടിയാവുകയാണ്. പ്രത്യേകിച്ച് പാലായിൽ ഷോൺ ജോർജ് ഉൾപ്പെടെ മത്സരിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. അവിടെ ഉൾപ്പെടെ ഈ വിഷയം വലിയ തരത്തിൽ പ്രചരണമായി ഉൾപ്പെടെ LDFും UDFും ഉപയോഗിക്കുന്നു. അതായത് സഭ പിതാക്കന്മാരോടുള്ള സമീപനം ഇതാണോ, അത്തരത്തിൽ സഭയിലെ വൈദികരോടുള്ള സമീപനം ഇതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ BJP കോട്ട് ചെയ്തെന്ന് അർത്ഥമുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതാണെങ്കിലും BJPക്ക് കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും ഒക്കെ ഈ PC ജോർജിന്റെ ഈ പരാമർശം തിരിച്ചടിയാവുകയാണ്. അത് എങ്ങനെ പരിഹരിക്കണമെന്നുള്ള ശ്രമത്തിലാണ് BJP നേതാക്കൾ. പക്ഷേ അത് വേഗം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നലെ ഓർത്തഡോക്സ് സഭയുടെ ഒക്കെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അപ്പം ഇത് എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം ഇനി കാത്തിരുന്ന് അറിയേണ്ടതാണ്. പറഞ്ഞ പോലെ സഭകൾക്കൊക്കെയും ഇതിൽ ആശങ്കയുണ്ട്. ആ ആശങ്കയെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അവരെ വിശ്വാസത്തിലെടുക്കാൻ ഇനിയും BJPക്ക് കഴിഞ്ഞിട്ടുമില്ല.